അപ്പോൾ ദൈവം നമ്മെ വിളിക്കുന്ന ഒരിക്കലും നമ്മുടെ സഫിഷ്യൻസി, നമ്മുടെ എബിലിറ്റി, നമ്മുടെ ഒന്നും നോക്കിയിട്ട്, നമ്മുടെ ശക്തി നോക്കിയിട്ട്. ഗോഡ് കോൾസ് പീപ്പിൾ ബേസ്ഡ് ഓൺ ഹിസ് സഫിഷ്യൻസി. ദൈവത്തിൻ്റെ പര്യാപ്തത, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം, അതിനനുസരിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന ഈ ദിവസത്തെ നമ്മൾ പൂർണ്ണമായി കർത്താവിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ പൂർണ്ണ ഹിതം, കർത്താവിൻ്റെ പൂർണ്ണ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കരം തന്നെ നമ്മളെ സ്പർശിച്ച് ഇന്നത്തെ ദിവസം നമ്മളെ വഴി നടത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ വീക്കെൻഡിന് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കർത്താവിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള പ്രവൃത്തികൾ ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ മുഴുവനുമായി ഈൽഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ജൂലൈ 26 നാളെ മകൻ നിഖിലിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നിഖിൽ. നിഖിൽ അനേക വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ആലപ്പുഴ ചർച്ചിലുള്ള അംഗമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾ ഈ മകനെ ബ്ലെസ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ഈ വർഷം 10ാം ക്ലാസ്സിലാണല്ലോ. കർത്താവെ, നല്ല രീതിയിൽ പഠിക്കുവാൻ കർത്താവെ മകനെ ബ്ലെസ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഈ മകനെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവകാശമായി കിട്ടാനുള്ള സ്ഥലം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഈ കുടുംബത്തിന് വേണ്ടി റിലീസ് ചെയ്യേണ്ട ആ സ്ഥലം റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ നമുക്ക് എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും നമ്മുടെ വേർഷിപ്പ് സർവീസ് നടക്കുകയാണ്. കൊച്ചിയിലാണെങ്കിൽ രാവിലെ 7:45 നമുക്ക് ഇംഗ്ലീഷിൽ ആരാധനയുണ്ട്. അപ്പോൾ തന്നെ ഹിന്ദിയിലും നമുക്കൊരു വേർഷിപ്പ് സർവീസ് ഉണ്ട്. 9:45 ആകുമ്പോൾ നമ്മുടെ മലയാളം സർവീസ് നടക്കുകയാണ്. അത് എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ട്. കർത്താവ് തീർച്ചയായിട്ടും വലിയ കാര്യങ്ങൾ ചെയ്യും. വലിയ പ്രതീക്ഷയോടെ നിങ്ങൾ കടന്നു വരിക. ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശം കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 25 സാറ്റർഡേ. എല്ലായിടങ്ങളിൽ നിന്നും, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന എല്ലാവരെയും വെൽക്കം, വെൽക്കം, വെൽക്കം. ഇന്നത്തെ ഫോക്കസ് വേർഡ് സ്ട്രെങ്ത് ടു സെർവ്. സേവനം ചെയ്യാനുള്ള ശക്തി അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാനുള്ള ശക്തി ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. സ്ട്രെങ്ത് ടു സെർവ്. സേവനം ചെയ്യാനുള്ള ശക്തി, ശുശ്രൂഷിക്കുവാനുള്ള ശക്തി. ഇത് നിങ്ങളുടെ അറ്റൻഡൻസാണ്. നാണൊന്നും തോന്നരുത്. നിങ്ങൾ ലൈവായി കണ്ടാലും ഇതിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടാലും ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. 1 Peter chapter 4 verse number 10. അതാണ് നമ്മുടെ ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഈച്ച് ഓഫ് യു ഷുഡ് യൂസ് വാട്ട് എവർ ഗിഫ്റ്റ് യു ഹാവ് റിസീവ്ഡ് ടു സെർവ് അതേഴ്സ്. എൻ്റെ മലയാളം എങ്ങനെയാണ്? 1 പത്രോസ് 4:10. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. വാവ്, വാവ്, വാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞ് വാവ്, വാവ്, വാവ്. ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്ന്, ബൈബിൾ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്തൊന്ന് അങ്ങോട്ട് ഇട്ടേ. എല്ലാവരും കാണട്ടെ. കാരണം പല പ്രാവശ്യം വചനം പറയുമ്പോൾ കാണാതെ അറിയാതെ ഇവരൊക്കെ പഠിച്ചു പോകും. ഒത്തിരി പേര് പരാതിയാണ്, ബ്രദർ എത്ര ശ്രമിച്ചിട്ട് ഈ വചനങ്ങളൊന്നും തലയിൽ കയറുന്നില്ല, കയറിയാൽ തന്നെ നിൽക്കുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല. പിന്നെ പക്ഷേ ബാക്കി പത്രങ്ങളിലൊക്കെ വായിക്കുന്ന കൊലക്കേസുകളും ബലാത്സംഗ കേസുകൾ, ബാങ്കുകൾ, അതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ദൈവവചനം ഒട്ടും തലയിൽ നിൽക്കുന്നില്ലെന്ന് പറയുന്ന നല്ല താരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധിയാണ് ഈ പറയുന്നത്. പല പ്രാവശ്യം ഇത് വായിക്കുക, ഇൻട്രാക്ട് ചെയ്യുക, പറയുക, കേൾക്കുക, എഴുതുക, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെത്താൻ ഇത് കയറി പിടിക്കാൻ തുടങ്ങും. ഇന്നത്തെ ഡെക്ലറേഷൻ, ദ സ്പിരിറ്റ് സ്ട്രെങ്തൻസ് മീ ടു സെർവ് വിത്ത് ലവ് ആൻഡ് എക്സലൻസ് ടുഡേ. പരിശുദ്ധാത്മാവ്
സ്നേഹത്തോടും ഉത്കൃഷ്ടതയോടും കൂടെ ശുശ്രൂഷിക്കുവാൻ അഥവാ സേവനം ചെയ്യുവാൻ എന്നെ ഇന്ന് ശക്തീകരിക്കും. ഇത് പോസ് ചെയ്ത് പല പ്രാവശ്യം കേട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്നത്തെ പേജിലുണ്ട്. വായിക്കുക, ടിക്ക് ചെയ്യുക. സ്ട്രെങ്ത് ടു സെർവ്. നേരത്തെ ടൈപ്പ് ചെയ്യാതിരുന്നവർക്ക് അടുത്ത ചാൻസ് ടൈപ്പ് ചെയ്യുക. സ്ട്രെങ്ത് ടു സെർവ്. സേവനം ചെയ്യുവാനുള്ള ശക്തി അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാനുള്ള ശക്തി. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് കിട്ടും. നമ്പർ 1, എവ്രി ബിലീവർ ഹാസ് റിസീവ്ഡ് സംതിങ് ഫ്രം ഗോഡ്. എല്ലാ വിശ്വാസിയും അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കൃപയോ കൃപാവരമോ പ്രാപിക്കാത്തതായി ആരുമില്ല. ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇട്ടേക്ക്. പത്രോസ് ഇവിടെ ഈച്ച് ഓഫ് യു ഷുഡ് യൂസ് വാട്ട് എവർ ഗിഫ്റ്റ് യു ഹാവ് റിസീവ്ഡ്. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ. പത്രോസ് ഒരിക്കലും പറഞ്ഞില്ല ആർക്കെങ്കിലുമൊക്കെ വരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങ് ഉപയോഗിക്കാനല്ല പറഞ്ഞത്, ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ. അതിൻ്റെ അർത്ഥം അത് അണ്ടർസ്റ്റുഡാണ്. സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ വിശ്വാസിക്കും എന്തെങ്കിലുമൊക്കെ ദൈവം പകർന്നിട്ടുണ്ട്. ചിലപ്പോൾ ബോധമില്ലായിരിക്കാം, തിരിച്ചറിവില്ലായിരിക്കാം, പക്ഷേ പകർന്നിട്ടുണ്ട്. ചില ആളുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് ഒരു 10-200 രൂപ ചേഞ്ച് ഉണ്ടാവും. ഇല്ലല്ലോ, ഇല്ല. അല്ല 100 രൂപ ചേഞ്ച് ഉണ്ടാവും. ഇല്ലല്ലോ, ഒന്നുമില്ല. ഒറ്റ മിനിറ്റ് ഞാൻ നോക്കട്ടെ. നോക്കി തപ്പിയെടുക്കുമ്പോഴേക്ക് ഉണ്ട്, അത് പിടിച്ചു. അപ്പോൾ ഒറ്റയടിക്ക് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എവിടെയോ എങ്ങനെയോ പോക്കറ്റിൽ കയറിയത് അല്ലെങ്കിൽ അവിടെ ഇരുന്നത് പിന്നെ കണ്ടു. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ പലതും നമുക്ക് ലഭിച്ചത് നമ്മൾ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ മറന്നു പോകുന്നു. പത്രോസിന് ഉറപ്പുണ്ട്, സഭയ്ക്കകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം വലിയവർ വരെയുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ പകർന്നിട്ടുണ്ട്, എന്തൊക്കെയോ വരങ്ങളുണ്ട്. തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാത്തതുമായ അനേക വരങ്ങൾ ദൈവം സഭയ്ക്കകത്ത് പകർന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേ തിരിച്ചറിയാൻ വേണ്ടി. അപ്പോൾ വിശ്വാസികൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ ഗിഫ്റ്റാകാം, വരമാകാം, എബിലിറ്റി. ചില കഴിവുകൾ കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സഭയിൽ ഇപ്പോൾ ബ്ലെസ്സിങ് സെൻറ്ററിലൊക്കെ മിക്കവാറും എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലും ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഭക്ഷണം കൊടുക്കും വന്നിരിക്കുന്ന എല്ലാവർക്കും. കാരണം ഈ തീരുന്നത് 12:30, 1, 1:30, ചിലപ്പോൾ വീണ്ടും നീണ്ടുപോകാം. ചിലർക്കൊക്കെ വേറെയും പല ഡ്യൂട്ടികളുണ്ട്, എല്ലാം കഴിഞ്ഞ് വൈകും. ആ സമയത്തൊരല്പം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്തിനുമുള്ള അങ്ങനെ എല്ലായിടത്തും മിക്കവാറും കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതിനു വേണ്ടി ചില ആളുകൾ നേരത്തെ വന്ന് ചിലപ്പോൾ അവർ കഞ്ഞി പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ വന്ന് കുക്ക് ചെയ്യും, അല്ലെങ്കിൽ എവിടെ നിന്നാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സെർവ് ചെയ്യും. എത്ര പേർക്കറിയാം അതൊരു കൃപാവരമാണ്? അത് ഹെൽപ്പിംഗ് മിനിസ്ട്രിയിൽപ്പെട്ടതാണ്. ദ ഗിഫ്റ്റ് ഓഫ് ഹെൽപ്സ്. അതൊരു കൃപാവരമാണ്. ഹലോ, അതൊരു കൃപാവരമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ സഭയ്ക്കകത്തുണ്ടായൊരു വലിയ പ്രശ്നം ഭക്ഷണത്തെ ചൊല്ലിയായിരുന്നു. ഏദൻ തോട്ടത്തിലുണ്ടായ പ്രശ്നം ഭക്ഷണത്തെ ചൊല്ലിയായിരുന്നു. പല സ്ഥലത്തും പ്രശ്നം ഭക്ഷണമാണ്. ഭക്ഷണ പ്രശ്നത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ പ്രശ്നം മൂത്തു വന്നപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളേതായാലും ദൈവവചന ശുശ്രൂഷയും പ്രാർത്ഥനയും വിട്ടിട്ട് ഈ ആഹാരം വിളമ്പുന്ന കാര്യങ്ങൾക്ക് പോയാൽ ചർച്ചിൻ്റെ മൊത്തം ആത്മാന്തരീക്ഷത്തെയും അതിൻ്റെ നടത്തിപ്പിനെയും അതിൻ്റെ മൊമെൻ്റത്തെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഒരു 7 പേരെ തിരഞ്ഞെടുത്തു. 7 പേര് എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല കട്ട മനുഷ്യർ എന്ന് വെച്ചാൽ ഈ കഞ്ഞിക്കലൊക്കെ എടുത്ത്, നമ്മുടെ ഭാഷയിൽ പറയണേ, കഞ്ഞിക്കലൊക്കെ എടുത്ത് പൊക്കണ്ടേ, പിന്നെ ഇത്രയും മറിക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ കോരി കൊടുക്കാൻ പറ്റിയ നല്ല അജാനുബാഹുക്കളായ 7 പേരെ തിരഞ്ഞെടുക്കുക. അങ്ങനെയല്ല അവിടെ അനൗൺസ്മെൻറ്റ് വന്നത്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യം പ്രാപിച്ച 7 അതൊക്കെ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ക്വാളിറ്റിയല്ലേ? അതാ ഇവിടെ വേണ്ടത്. അപ്പോൾ ആത്മനിറവുള്ള, നല്ല ജ്ഞാനമുള്ള, പാർഷ്യാലിറ്റി കാണിക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന. ഞാൻ നമ്മുടെ ഭാഷയിൽ പറയുകയാണെ, അവിടെ കഞ്ഞി കൊടുത്തെന്നല്ല ഞാനീ പറയണേ. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പിടിച്ച് ഇയാൾക്ക് വചനം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇറങ്ങുന്നുണ്ട്. അത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ പറയുവാണ്, അവിടെ
കഞ്ഞി വിളമ്പുമ്പോൾ, ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 6-ാം അധ്യായത്തിൽ കഞ്ഞി വിളമ്പുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നതെന്നുള്ളൂ. ഇതിനെ പറയുന്ന തവി കൊണ്ട് വിളമ്പുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് സ്നേഹം കൂടി ഒഴിച്ച് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ആളുകളാണ് അവിടെ ആവശ്യം. അത് മാത്രമല്ല, അവിടെ ഈ ഹെലനിസ്റ്റിക് ഇതിലുള്ള വിഡോസ് എന്ന് വെച്ചാൽ ഈ ഗ്രീക്ക് യവന ഭാഷ സംസാരിക്കുന്ന വിധവമാരെ ഈ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് തഴഞ്ഞു. അതാണ് അവിടുത്തെ വലിയ വിഷയം ഉണ്ടായത്. സഭയിൽ വലിയ പിളർപ്പുണ്ടാകാൻ പോവുക, ഇതാ വിഷയം. അപ്പോൾ പാർഷ്യാലിറ്റി കാണിക്കാത്ത എന്ന് വെച്ചാൽ ഭാഷകൾ വെച്ച് വിഭജിക്കാത്ത, എല്ലാവരും ഒരുപോലെ കാണുന്ന കണ്ണുള്ള ആത്മനിറവുള്ള ആളുകൾ വേണം അവിടെ വയ്ക്കാൻ. പക്ഷെ അതൊരു കൃപാവരമാണെന്നറിയാം. അവരെ ഡീക്കൻസ് എന്ന് വിളിച്ചു. അതിൽപ്പെട്ട ഒരു ഫിലിപ്പോസാണ് പിന്നീട് സിറ്റി വൈഡ് ക്രൂസേഴ്സ് നടത്തിയത്. അയാളാണ് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയത്. ഫിലിപ്പ് എയർലൈൻസ് എടുത്തുകൊണ്ട് പോയി. പിന്നെ ആളെ കാണുന്ന അസ്ദോദിലാണ്. എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറുകളും സൂപ്പർ നാച്ചുറലായി സ്പിരിച്വൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്ന താരങ്ങളായിട്ട് ഇവർ മാറി. പിന്നീട് ഞാൻ പറഞ്ഞു വരുന്നത്, സഭയ്ക്കകത്തിരിക്കുന്ന എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും അങ്കിളുമാർക്കും ആൻറ്റിമാർക്കും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും യൂത്തിൽ ഇരിക്കുന്നവർക്കും യങ് അഡൾട്ട്സിനും അതുപോലെ എല്ലാ കപ്പിൾസിനും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ലോകമെമ്പാടുള്ള ക്രൈസ്തവ സഭകളെടുത്താൽ ഒത്തിരി പേര് ഞായറാഴ്ച ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ട് ഞായറാഴ്ച കടമുള്ള ദിവസമാണ്. കടയുള്ളതല്ല, കടമുള്ള ദിവസം. കടം എന്ന് പറഞ്ഞാൽ കാശ് കടം കൊടുക്കാൻ ആ അർത്ഥത്തിലല്ല. എങ്ങനെ അതിനെ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മസ്റ്റാണ്, അത് മുടങ്ങാൻ പാടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒത്തിരി പേരും, ഒരു പക്ഷേ 90-95 ചിലപ്പോൾ അതിലധികം ശതമാനം ക്രൈസ്തവരും വിശ്വാസികളും സഭയ്ക്കകത്ത് ഞായറാഴ്ച പോകുന്നത് പോയി ഇരുന്ന് തിരിച്ചു വരാനാണ്. ദേ ഡു നത്തിങ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് കുറ്റമൊക്കെ പറയും. ഇന്നത്തെ പ്രസംഗം എന്തിനുള്ള ഒരു കാശിന് കൊള്ളില്ലായിരുന്നു, അതാണ് ഞാൻ 10 പൈസ മാത്രം കാശിട്ടുള്ളൂ, കാശിൻ്റെ പ്രശ്നം കൊള്ളില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. അത് മാത്രമല്ല, ശോശാമ ചെയ്തൊട്ട് ശരിയല്ല, അടുത്ത ആഴ്ച ഞാൻ അവളെ കാണട്ടെ, ഇതൊക്കെ പറയാൻ ആൾ കാണും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. പകരം പത്രോസ് പറയുകയാണ്, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ, ഒന്നുകൂടി വായിച്ചു നോക്കുക വചനം, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അടുത്ത ഞായറാഴ്ച നിങ്ങൾ ഏത് ചർച്ചിലാണ്, ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേക്കാർ മാത്രമല്ലല്ലോ ഇത് കാണുന്നത്, ബ്ലെസ്സിങ് ടുഡേ ചർച്ച ആകാം, വേറെ ചർച്ച ആകാം, ഏത് കൂട്ടായ്മയിൽ അടുത്ത സൺഡേ പോകുമ്പോൾ അവിടുത്തെ ദൈവദാസനോട് അല്ലെങ്കിൽ പറ്റിയ ആളുകളോട് ചേർന്ന് ചോദിക്കണം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഡ്യൂട്ടി തരുമോ? ചോദിച്ചു മേടിക്കണം, എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ. കർത്താവ് ചങ്ക് പുലർന്ന് എനിക്ക് വേണ്ടി മരിച്ചു. എന്തെങ്കിലും തൻ്റെ ശരീരമായ തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും എന്താ, ചർച്ചിൽ ഞാൻ സൺഡേ ഒരു ഡ്യൂട്ടിയും കിട്ടില്ല, അന്ന് ഞാൻ ഈ സഭയിലേക്ക് വരത്തില്ല. നോ പ്രോബ്ലം, ലോകം വിശാലമാണ്, പുറത്തിറങ്ങി സുവിശേഷം പറയും, ട്രാക്റ്റ് കൊടുക്കുക, അനുഭവ സാക്ഷ്യം പറ, 2 വീടുകളിൽ പ്രാർത്ഥിക്കുക, ഹോസ്പിറ്റൽ വാർഡുകളിൽ പോയി പ്രാർത്ഥിക്കുക. ചിലർക്ക് കരയണം, ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. എന്തെങ്കിലുമൊക്കെ ചെയ്യും. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ KSRTC സ്റ്റാൻഡിലോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലോ ചന്തയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി യേശുവിനെ കുറിച്ച് പറ. റോമലേഖനം 12:6 We have different gifts according to the grace given to each of us. നമുക്ക് ഓരോരുത്തർക്കും കൃപ ലഭിച്ചതുപോലെ വിവിധ വരങ്ങളെ ദൈവം തന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:7 പറയുന്നു, The manifestation of the Spirit is given for the common good. ആത്മാവിൻ്റെ പ്രകാശനം ഓരോരുത്തരും ലഭിക്കുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. കൃപാവരങ്ങൾ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറ്റുള്ളവരെ ബലപ്പെടുത്താൻ, ആത്മീയ ഗൃഹത്തെ പണിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. മത്തായി 25:15 To each according to his ability. ഓരോരുത്തരും പ്രാപ്തിക്കൊത്തവണ്ണം. താലന്തുകളുടെ കാര്യത്തിൽ പറയാം, ഓരോരുത്തരുടെ കഴിവിനൊത്തവണ്ണം. 1, 2, 5. ഈ മോശ സമാഗമന കൂടാരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതിൻ്റെ വാക്ക് ത്രൂ എല്ലാം കണ്ട്, വീഡിയോ എല്ലാം കണ്ട് അവിടെ നിന്ന് സീനായ് മലയിൽ നിന്ന് താഴെ ഇറങ്ങിക്കുക. അദ്ദേഹം പറഞ്ഞു, നീയല്ല ഇത് പണിയുണ്ട്, ഞാൻ നിനക്ക് പ്ലാൻ തന്നേ ഉള്ളൂ. ആദ്യം തന്നെ 2 പേരെ വിളിക്കാൻ പറ്റും. അതാരൊക്കെയാണ്? ബസലേൽ, ഒഹോലിയാബ് 2 പേരെ വിളിച്ചു. ഞാൻ അവരെ വിശേഷമായ ജ്ഞാനത്താൽ നിറച്ചേക്കും.
വെള്ളി കൊണ്ട്, സ്വർണ്ണം കൊണ്ട്, മരം കൊണ്ടൊക്കെ പലതും പണിത്തരങ്ങളുണ്ടാക്കാൻ, കൊത്തുപണികളോ എംബ്രോയ്ഡറി വർക്ക്സോ ഫിലിഗ്രി വർക്ക്സോ എല്ലാം ചെയ്യാനുള്ള ജ്ഞാനം ഞാൻ കൊടുത്തേക്കുക. അതുകൊണ്ട് നീ അവരങ്ങ് ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. ബ്ലൂ പ്രിൻ്റ് എടുത്ത് കൊടുത്തോ, ഇൻസ്ട്രക്ഷൻ കൊടുത്തോ, അളവ് കൊടുത്തേക്കാൻ പറഞ്ഞു. പക്ഷേ അവരോട് ചേർന്ന്, ഈ 2 പേരോട് ചേർന്ന് ഒത്തിരി പണിക്കാർ നിന്ന്, ചിലർ സ്വർണ്ണത്തിൽ പണിതു, ചിലർ സിൽവർ കൊണ്ട് പണിതു, ചിലർ ഫാബ്രിക്കായിരുന്നു, ചിലർ മരം കൊണ്ട് പണിതു, ചിലർ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു, ചിലർ ഫണ്ട് കൈകാര്യം ചെയ്തു, അതിൻ്റെ കളക്ഷൻ എടുത്തു, വർക്കേഴ്സിന് കൂലി കൊടുത്തു. വർക്കുകൾ പല തരത്തിലുള്ളതാണ് സഭയ്ക്കകത്തുള്ളവർ ചെയ്തത്. പക്ഷേ അവസാനം വന്നത്, they built up a beautiful tabernacle, the dwelling place of the most high God. അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുനിവാസം മനോഹരമായി പണിത് റെഡിയാക്കാൻ ഇവരെല്ലാവരും കൂടി കൂട്ടായ പ്രയത്നം, പല തരത്തിലുള്ള ജോലി പലർ ചെയ്യും. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൽ. എല്ലാവരും പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കണമെന്നില്ല, എല്ലാവരും ഗിറ്റാർ വായിക്കണ്ട, എല്ലാവരും ഫ്ലാഗ് വീശണമെന്നില്ല. അതിനെല്ലാം കൃപ ലഭിച്ചവരും കഴിവുള്ളവരും അതത് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങ് ചെയ്താൽ മതി. മനോഹരമായ കാര്യം മുമ്പോട്ട് പോയിക്കോളും. നമ്പർ 2, ഗിഫ്റ്റ്സ് ആർ ഗിവൺ ഫോർ സർവീസ്, നോട്ട് സ്റ്റേറ്റസ്. നമ്മുടെ അന്തസ്സ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരങ്ങൾ നൽകപ്പെടുന്നത്. പത്രോസ് ഉടൻ തന്നെ പറഞ്ഞത്, വരം ലഭിച്ചിട്ടുണ്ടോ? ശുശ്രൂഷിച്ചോ. വരം ലഭിക്കുന്നത് സേവനം അനുഷ്ഠിക്കാനാണ്. The kingdom reverses the world's values. ഈ ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റം, അതിനെങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്, ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ അല്ല ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ. ഇവിടെ വൈറ്റ് കോളർ, ബ്ലൂ കോളർ എന്നൊക്കെ പറഞ്ഞ പല പരിപാടിയും. ഇതൊന്നും ദൈവരാജ്യത്തിൻ്റെ പരിപാടിയൊന്നുമില്ല. ഒരാൾ മുൻനിരയിലേക്ക് വരണമെങ്കിൽ ഏറ്റവും പുറകെ പോയിരിക്കാം, പിൻനിരയിലിരിക്കാൻ. ഒരാൾക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും താഴെ പോയി നിൽക്കാൻ പറ്റും. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇതാണ് യേശു പറഞ്ഞത്. മർക്കോസിൻ്റെ സുവിശേഷം 10:45, The Son of Man did not come to be served but to serve. മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടാനല്ല, താൻ തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. വാവ്. ഗലാത്യലേഖനം 5:13, Serve one another humbly in love. വളരെ താഴ്മയോടുകൂടെ അന്യോന്യം സ്നേഹത്തിൽ ശുശ്രൂഷിപ്പിൻ. ഫിലിപ്പ് ലേഖനം 2:3-4 വചനങ്ങൾ, Value others above yourselves. നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ വിലയേറിയതായി എണ്ണുവിൻ. നമ്പർ 3, God gives strength for the work he assigns. ദൈവശക്തി നൽകുന്നത് താൻ നമുക്ക് നൽകിയ പ്രവൃത്തി, ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് നമുക്ക് തന്ന ശുശ്രൂഷ അല്ലെങ്കിൽ നമുക്ക് തന്ന പ്രവൃത്തി എന്താണോ, വേല എന്താണോ, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ശക്തി പകരുന്നത്. Many believers feel inadequate for their calling. പലപ്പോഴും കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ, നമുക്ക് നല്ല കഴിവില്ല. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. സിസ്റ്ററെ, ബ്രദറെ, ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് സംസാരിക്കാനും അറിയില്ല, പ്രാർത്ഥിക്കാനും അറിയില്ല, ബൈബിളും അറിയില്ല, പാട്ട് പാടാനും അറിയില്ല. യു ആർ ദ റൈറ്റ് പേഴ്സൺ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, മോശയെ ദൈവം വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, വേറെ ആരും. ഇരമ്യാവിനെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അയ്യോ, ഞാൻ ചെറുക്കനാണ്, ഞാൻ ബാലനാണ്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കുക, മൂത്ത ആരെങ്കിലും അച്ചാച്ചന്മാരെ ഉപയോഗിക്കും. പൗലോസിനോട് വിളിച്ചപ്പോഴും പൗലോസ് ഒട്ടും യോഗ്യനല്ല. കാരണം മുമ്പേ ഞാൻ നിഷ്ഠൂരനും ദൈവസഭയെ പീഡിപ്പിച്ചവനും വിശ്വാസികളെ കൊന്നുമുടിച്ചവനുമാണ്. അപ്പോൾ ദൈവം നമ്മെ വിളിക്കുന്ന ഒരിക്കലും നമ്മുടെ സഫിഷ്യൻസി, നമ്മുടെ എബിലിറ്റി, നമ്മുടെ ഒന്നും നോക്കിയിട്ടല്ല, നമ്മുടെ ശക്തി നോക്കിയിട്ടല്ല. ഗോഡ് കോൾസ് പീപ്പിൾ ബേസ്ഡ് ഓൺ ഹിസ് സഫിഷ്യൻസി. ദൈവത്തിൻ്റെ പര്യാപ്തത, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം, അതിനനുസരിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. 2 കൊരിന്ത്യർ 3:5, Our competence comes from God. ഞങ്ങളുടെ പ്രാപ്തിയോ ദൈവത്തിൻ്റെ ദാനമാകുന്നു. അല്ലേ? ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, ദാനം കിട്ടിയതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40:29 അവിടെ പറയുന്നത്, He gives strength to the weary. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു. ഇന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വയ്യ ബ്രദറെ,
അകപ്പാടെ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഉണ്ട്, അതാ പിടിച്ചോ, ദൈവം നിനക്ക് ശക്തി നൽകാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പ് ലേഖനം 2:13 ഗോഡ് വർക്ക്സ് ഇൻ യു ടു വിൽ ആൻഡ് ടു ആക്ട്. ഈ ദൈവമല്ലോ നിങ്ങളിൽ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അകത്ത് ആഗ്രഹം തരുന്നതും നിങ്ങളെക്കൊണ്ടത് ചെയ്യിപ്പിക്കുന്നതും ദൈവമാകുന്നു. ഉദാഹരണം ഞാൻ പറയാം. ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്, ചില ആത്മാക്കളെ നേടണം, ചിലരോടൊക്കെ സുവിശേഷം പറയണം, ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് നടത്തണം, ഒരു കൂട്ടത്തെ നയിക്കണം, സഹോദരിമാരുടെ ഒരു പ്രാർത്ഥന നടത്തണം, ഒത്തിരി പേര് കർത്താവിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലെ ആഗ്രഹമാണെന്നിരിക്കട്ടെ കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം വന്നത് നമ്പർ 1 അത് പിശാചിൽ നിന്ന് അല്ല. നമ്പർ 2 അത് മനുഷ്യനിൽ നിന്ന് അല്ല. ഈ നല്ല ആഗ്രഹങ്ങളെ ജനുവിനാണെങ്കിൽ ദൈവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെയെങ്കിൽ അത് ചെയ്യാനുള്ള കൃപയും ശക്തിയും വരങ്ങളും കൂടെ ദൈവം തരും. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം, റിസീവ് ചെയ്യണം. നമ്പർ 4 സെർവിങ് ക്രൈസ്റ്റ് ലീവ്സ് ആൻ ഇറ്റേണൽ ലെഗസി. 4-മത്തേത് ഇതാണ്, ടൈപ്പ് ചെയ്തിടണേ. ക്രിസ്തുവിനെ സേവിക്കുന്നത് നിത്യമായ ഒരു പൈതൃകത്തെ പിന്നിൽ ശേഷിപ്പിക്കുന്നു. അത് ക്രിസ്തുവിനെ സേവിക്കുന്നത് നിത്യമായ ഒരു ഇറ്റേണൽ ലെഗസി, നിത്യമായൊരു പൈതൃകത്തെ സൃഷ്ടിക്കുന്നു. ഈ ലോകത്തിൽ ചിലരൊക്കെ ഭയങ്കര നേട്ടങ്ങളാണ് നേടിയിട്ടുള്ളത്. ചെറിയ പരിപാടിയല്ല. ചില രാജ്യങ്ങൾക്ക് വേണ്ടി, ചില സമുദായങ്ങൾക്ക്, ചില കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ടൊക്കെ ചിലരൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഭയങ്കരമാണ്. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ നേട്ടങ്ങളൊക്കെ ഇങ്ങനെയില്ല. നേട്ടങ്ങളുടെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടത് അങ്ങ് പോകും. എന്നാൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാൾ, കർത്താവിനെ ഇന്ന് സേവിക്കുന്ന ഒരാൾ, കർത്താവിനെ ഇന്ന് സേവിക്കുക എന്ന് പറഞ്ഞാൽ നേരെ ഇന്ന് കർത്താവിനെ സേവിക്കുകയല്ലല്ലോ. സഭയ്ക്കകത്ത്, കൂട്ടായ്മക്കകത്ത് ഒരു പാരയായി ജീവിക്കാതെ ദൈവകൃപയിലും വിശുദ്ധിയിലും ജീവിക്കണം. സഭയ്ക്കകത്ത് പാരയാകരുത്, പാരസൈറ്റും ആകരുത്. പകരം എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ കൊടുത്തോളൂ. ഞാൻ സാധാരണ പറയാറുള്ള കാര്യമാണ്, ഒരുപക്ഷെ സഭയ്ക്കകത്തേക്ക് വരുന്ന സമയത്ത് പലരും ഈ ആംബുലൻസിലൊക്കെ എമർജൻസിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ കടം കൊണ്ട് തകർന്ന്, ചിലപ്പോൾ ഡ്രഗ്സിൽ പോയി, ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ച്, ചിലപ്പോൾ കുടുംബം ചെതറി തകർന്ന് തരിപ്പണമായിട്ടായിരിക്കും കൂട്ടായ്മക്കകത്തേക്ക് വരുന്നത്. ഓക്കെ, പക്ഷേ എന്നും അങ്ങനെയല്ലല്ലോ. അതിൽ നിന്ന് ലൈഫ് സപ്പോർട്ട് കൊടുത്ത് വെൻറ്റിലേറ്ററിൽ കിടത്തി അതിൽ നിന്നൊക്കെ ശുശ്രൂഷിച്ച് പുറത്ത് കൊണ്ടുവന്ന് നേരെയൊക്കെ നിൽക്കാറായി, ശ്വസിക്കാറായി, ഇപ്പോൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇനിയും എന്തെങ്കിലും സഭയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാതെ സഭയ്ക്കെന്തിരിക്കൊടുക്കും, കർത്താവിനെന്തിരിക്കൊടുക്കും എന്നാണ് ചിന്തിക്കേണ്ടത്. അതായത് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, യേശു കർത്താവിനെ നേരിട്ട് ഇന്ന് ആരും ശുശ്രൂഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ കർത്താവിടെ ഭൗതിക ശരീരത്തോടുകൂടി ഇല്ലല്ലോ. പകരം കർത്താവിൻ്റെ കാന്തയെ, മണവാട്ടിയെ, കർത്താവിൻ്റെ ശരീരമായ സഭയെയാണ് നമ്മൾ ഇപ്പോൾ സേവിക്കേണ്ടത്. അതായത് ജനങ്ങളെയാണ് സേവിക്കേണ്ടത്. അതായത് മുമ്പിലിരിപ്പുണ്ട്, അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി നാം ചെയ്യുന്ന സകല വേലയ്ക്കും പ്രതിഫലമുണ്ട്. 1 Corinthians 15:58 വായിച്ചു നോക്കി. യുവർ ലേബർ ഇൻ ദ ലോർഡ് ഈസ് നോട്ട് ഇൻ വെയിൻ. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. ഞാനൊന്ന് പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കാമോ പ്ലീസ്? ഞാൻ കുറച്ചധികം നാളായല്ലോ ദൈവ ശുശ്രൂഷയിലേക്ക്. എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളൊന്നും ആയില്ല, കുറച്ച് നാളായെന്ന് വിചാരിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ചിലരൊക്കെ ഞങ്ങൾ ഇത്രയും വർഷം ഈ സഭയ്ക്കകത്ത് നിന്നിട്ട് പാസ്റ്റർ ഞങ്ങളെ അംഗീകരിച്ചില്ല, ഞങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള കഷ്ടപ്പാടുകൾ സഭയ്ക്ക് വേണ്ടി ചെയ്തു, പക്ഷെ ആരും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, ഞങ്ങളുടെ ത്യാഗം, ഞങ്ങളുടെ കഷ്ടപ്പാട് ആരും കേട്ടില്ല, അഭിനന്ദിച്ചില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, ഒത്തിരിയുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മക്കളെ, ഈ അവാർഡ് ദാനച്ചടങ്ങ് ആയിട്ടില്ല, അതിപ്പോഴല്ല. ഇവിടെ ചില പാരിതോഷികം അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് മനുഷ്യർ, അതൊന്നുമല്ല. യുവർ ലേബർ ഇൻ ദ ലോർഡ് ഈസ് നോട്ട് ഇൻ വെയിൻ. പ്രതിഫലം പങ്കുവെക്കുന്ന നാൾ വന്നിട്ടില്ല. വായിച്ചു നോക്കി, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കും, ഇതാ കൂലിയും പ്രതിഫലവും പാസ്റ്റർ എടുക്കലുണ്ട്, മേടിച്ചോളാനല്ല പറഞ്ഞത്. സഭയുടെ കമ്മിറ്റിയുടെ അടുത്തുകൊണ്ട് മേടിച്ചോളാനല്ല പറഞ്ഞത്. കൂലിയും പ്രതിഫലവുമായി ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു.
റെഡി ആയിക്കോളാം. അശുദ്ധൻ ഇനിയും അശുദ്ധിയിൽ അഴുക്കാടിക്കോട്ടെ, പക്ഷെ നീ വിശുദ്ധിയിൽ ജീവിക്കും. അനീതി ചെയ്യുന്നവൻ കുറച്ചുകൂടി കൂടുതൽ ചെയ്തോട്ടെ, പക്ഷെ നീ കൂടുതൽ നീതി ചെയ്യുക. വിശുദ്ധനാണോ നീ? കുറച്ചുകൂടി വിശുദ്ധീകരിച്ചോ. ഞാൻ വരുന്നുണ്ട്, വെറും കൈയോടെ ഞാൻ വരികയില്ലെന്ന് കർത്താവ് പറഞ്ഞു. എങ്ങനെ വരാൻ പോകുന്നത്? കൈ നിറയെ പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. അപ്പം ഇന്നത്തെ സഭയിൽ ആണ്ടറുതി യോഗത്തിൽ അല്ലെങ്കിൽ കമ്മിറ്റി യോഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യോഗത്തിൽ എന്നെ ആരും ആദരിച്ചില്ല, എൻ്റെ പേര് വിളിച്ച് പറഞ്ഞില്ല, എനിക്കൊരു മെഡലോ പുരസ്കാരമോ എന്ന് നാടയാണ്, എന്ത് സ്വർണ്ണ നാടയോ, നാട കിട്ടിയില്ല, ബൊക്കെ കിട്ടിയില്ല, പൂ കിട്ടിയില്ല, ഇതൊന്നും അല്ല കുഞ്ഞേ. ഇവിടെ പൂ കിട്ടിയാൽ കഴിഞ്ഞു പോകുന്ന ആളെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്കിത് ബൊക്കെ തരണ്ട, ഒന്നും തരണ്ട. ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വരുന്നത്. പക്ഷെ പ്രതിഫലം പങ്കുവയ്ക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. 1 Corinthians 15:58 മറക്കല്ലേ. യുവർ ലേബർ ഇൻ ദ ലോർഡ് ഈസ് നോട്ട് ഇൻ വെയിൻ. നിങ്ങളുടെ പ്രയത്നം, കർത്താവിലുള്ള നിങ്ങളുടെ വേല, പ്രയത്നം വ്യർത്ഥമല്ല. എബ്രായ ലേഖനം 6:10 ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്, ഹി വിൽ നോട്ട് ഫോർഗെറ്റ് യുവർ വർക്ക്. നിങ്ങളുടെ പ്രയത്നത്തെ അഥവാ നിങ്ങളുടെ വേലയെ മറന്നു കളയുവാൻ ദൈവം അനീതിമാനല്ല. അവനൊരു ക്രോണിക്കിൾസ് ഉണ്ട്, ദിനവൃത്താന്ത പുസ്തകത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം ഈ സഭയ്ക്കകത്ത് ഇവിടെ എല്ലാം പ്രതീക്ഷിക്കരുത്. ഇവിടെ സ്ഥാനവും മാനവും അവാർഡും ഒന്നും പ്രതീക്ഷിക്കേണ്ട. കൊലോസ് ലേഖനം 3:21-24 വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ അതൊരു പുറത്തുള്ളൊരു കമ്പനിയിലോ സ്ഥാപനത്തിലോ ജോലി സ്ഥലത്താകട്ടെ സഭയ്ക്കകത്താകട്ടെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിനെന്നവണ്ണം ചെയ്യുവിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടേ, കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ട് കർത്താവിനെന്നവണ്ണം ചെയ്യുവിൻ, ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. ഇതിന് കാരണം ഹെവൻ കീപ്സ് പെർഫെക്റ്റ് റെക്കോർഡ്സ് ഓഫ് ഫെയ്ത്ത്ഫുൾ സർവീസ്. വിശ്വസ്തമായ സേവനത്തിൻ്റെ സമ്പൂർണതയുള്ള റെക്കോർഡ് സ്വർഗം സൂക്ഷിച്ചു വയ്ക്കുന്നു. എനിക്കിവിടെ ഹാലലുയൊക്കെ പറഞ്ഞ് ജമ്പ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. കൈനീട്ട് കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ്, ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവെ സേവനം ചെയ്യാനുള്ള ശക്തി അങ്ങ് പകരണമേ, മടുപ്പ് മാറ്റണം. ഒരുപക്ഷെ തിക്താനുഭവങ്ങൾ സഭയ്ക്കകത്തോ കൂട്ടായ്മയിലൊക്കെ ഉണ്ടായി, കുടുംബത്തിലുണ്ടായി, വേല നിർത്തിക്കളയുകയോ ശുശ്രൂഷ നിർത്തിക്കളയുകയോ, പണ്ട് ഭയങ്കരമായി പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നവർ വീണ്ടും റിവൈവ്ഡായതിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ദുസ്വപ്നങ്ങൾ കാണുന്നവർ ഇപ്പോൾ അത് മാറിപ്പോട്ടെ. അതുപോലെ ഈ ശരീരത്തിൽ ഭയങ്കരമായ ക്ഷീണവും നീരുമൊക്കെ ഉള്ളവർ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. നട്ടെല്ല് സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. പക്ഷേ നാളെ ഞായറാഴ്ച ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വരിക. ഒന്നും പറ്റാത്തവർക്ക് ഓൺലൈനിൽ ഇംഗ്ലീഷ് സർവീസ് അല്ലെങ്കിൽ മലയാളം സർവീസ് സംബന്ധിക്കാം. ഗോഡ് ബ്ലെസ് യു. ബൈ.